ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേഡി. ജെ.സി. ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സാർ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ മക്കളെ, നമ്മുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത്, ആ ചോദ്യങ്ങളും ഉത്തരങ്ങളാണ്. ഇതുവരെ ഈ ചാപ്റ്റർ അറിയാത്ത ആളാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിലേക്ക് ഉള്ളത് എന്ന് നോക്കാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, വലിയ ആഗ്രഹങ്ങൾ, അതായത് ഡോക്ടർ, എഞ്ചിനീയർ പോലുള്ള വലിയ പ്രൊഫഷണൽസ് ആയിട്ടുള്ള നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് തരികയാണ്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളുകളിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ചേർന്ന് പഠിക്കാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. അതെന്താണെന്നല്ലേ, സെപ്റ്റംബർ 13 എല്ലാ ഓഫ്ലൈൻ സെന്ററുകളിൽ വെച്ച് നെസ്റ്റ് എക്സാം എന്ന പേരിൽ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എക്സാമിന്റെ പേര് നെസ്റ്റ് എക്സാം. ഈ നെസ്റ്റ് എക്സാമിനകത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ അതിനകത്ത് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളുകൾക്ക് സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ആൾക്കാരും മുകളിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക, പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക, നെക്സ്റ്റ് എക്സാമിൽ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് മക്കളെ? ചാപ്റ്ററിന്റെ പേര് ഒന്നുകൂടി പറയാം, സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ. ആകെ ഒരു 3 കൺസെപ്റ്റ് ഇതിൽ പഠിക്കാനുള്ളൂ. ഒന്ന് സാമാന്യ ബോധജ്ഞാനം അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജ്, രണ്ടാമത് സോഷ്യൽ അനാലിസിസ് അല്ലെങ്കിൽ സാമൂഹിക വിശകലനം, അടുത്തത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സമൂഹശാസ്ത്ര സങ്കല്പം. ഇങ്ങനെ 3 എണ്ണമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ നോക്കി, എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്നതാണ് സാമാന്യ ബോധജ്ഞാനം അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്നതാണ് കോമൺ സെൻസ് നോളജ്. ഈ കോമൺ സെൻസ് നോളജ് ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഓതന്റിക് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതൊരു ഫോർമൽ ഒന്നുമല്ല, ഇത് ഔപചാരികമായിട്ടുള്ള സാധനമൊന്നുമല്ല. ഇതിനകത്ത് കുറെ തെറ്റുകൾ ഉണ്ടാവാം. അപ്പോൾ ഈ സാമാന്യ ബോധജ്ഞാനം ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ഇത് സാമൂഹിക വിശകലനം, ഇല്ലെങ്കിൽ സോഷ്യൽ അനാലിസിസ് വേണം. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പുകൾ കയറി അവസാനം നമ്മൾ സക്സസിലേക്ക് എത്തുന്നു. സക്സസ് എന്ന് പറഞ്ഞാൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പോൾ എല്ലാ ആൾക്കാർക്കും വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത്. അപ്പോൾ അതിലേക്ക് എത്താൻ, ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലേക്ക് എത്താനുള്ള സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ പടവുകളാണ് ഇത് സോഷ്യൽ അനാലിസിസ് അല്ലെങ്കിൽ സാമൂഹിക വിശകലനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള 3 കൺസെപ്റ്റുകളാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് പറയുന്നത് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കോമൺ സെൻസ് നോളജ് എങ്കിലും വേണ്ടേ അല്ലേ, സാമാന്യ ബോധജ്ഞാനം എന്തെങ്കിലും വേണ്ടേ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം എന്താണ് കോമൺ സെൻസ് നോളജ് അല്ലേ? കോമൺ സെൻസ് നോളജ് എന്താണ്, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുക. കോമൺ സെൻസ് നോളജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പറയുന്നുണ്ട്, കോമൺ സെൻസ് നോളജ് ഈസ് ദ ഡയറക്റ്റ് അല്ലേ, അവിടെ പറയുന്നുണ്ട് മക്കളെ, ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഇൻഡിവിജ്വൽസ് അക്വയർ അബൌട്ട് ദ വേൾഡ് ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആൻഡ് ദ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആൻഡ് കൾച്ചറൽ നോളജ്. മക്കളെ അവിടെ പറയുന്നുണ്ട്, സാമാന്യ ബോധജ്ഞാനം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെക്കുറിച്ച് നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണയാണ് സാമാന്യ ബോധജ്ഞാനം എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ലോകത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് സാമാന്യ ബോധജ്ഞാനം എന്ന് പറഞ്ഞിട്ട്. അത് മനസ്സിലാക്കണേ. അത് അവിടെ പറയുന്നുണ്ട്, ഈ അറിവുകൾ ഔപചാരിക അറിവുകളല്ല അല്ലേ. അവിടെ പറയുന്നുണ്ട്, ദിസ് ഈസ് നോട്ട് ഫോർമൽ നോളജ്. അത് ഒരിക്കലും എന്തല്ല, ഒരു ഔപചാരികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫോർമൽ നോളജ് ആയിട്ട് പറയാൻ പറ്റില്ല. എല്ലാം ശരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ മറ്റുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒരു കാര്യം പറയുന്ന സമയത്ത്, അവരുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, എല്ലാം ശരിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്, കോമൺ സെൻസ് നോളജ് എന്തുമല്ല, എല്ലാം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് മക്കളെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പിടിച്ചോതാ. ഇതാണ് ക്വസ്റ്റ്യൻ വരിക. വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് കോമൺ സെൻസ് നോളജ് ഡെവലപ്പ്. കോമൺ സെൻസ് നോളജ് അല്ലെങ്കിൽ സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ വഴികളിലൂടെയാണ് സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത്? അപ്പോൾ മക്കൾ ആലോചിച്ച് നോക്കുക, ഒരു വ്യക്തിക്ക് അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വ്യക്തിക്ക്, ഞാനിപ്പോൾ ഇവിടെ ഒരു വ്യക്തിയെ ഞാനിവിടെ വരച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എങ്ങനെയൊക്കെയാണ് ആ വ്യക്തിക്ക് കോമൺ സെൻസ് നോളജ് ഉണ്ടാകുന്നത് എന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. മക്കളെ, ഒരു വ്യക്തിക്ക് കോമൺ സെൻസ് നോളജ് ഉണ്ടാകുന്നത് എന്തിലൂടെയാണെന്ന് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട്, ഒന്ന് പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയാണ്. എന്തിലൂടെ? പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ. അപ്പോൾ ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ കോമൺ സെൻസ് നോളജ് ഉണ്ടാവുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിലൂടെ ഉണ്ട്, ഈ പറഞ്ഞ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ ഉണ്ട്. എക്സ്പീരിയൻസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പേഴ്സണൽ നോളജ് ഉണ്ട്, എക്സ്പീരിയൻസിലൂടെ നേടുന്നുണ്ട്. രണ്ടാമത്തത്
ഒബ്സർവേഷൻ ആണ്, നിരീക്ഷണം അല്ലെ, പേഴ്സണൽ ഒബ്സർവേഷൻ. നമ്മൾ ഓരോ ആൾക്കാരെ നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അറിവുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തേതാണ് വരുന്നത് ഏതാണ്, ഇതുപോലെ തന്നെ ഒബ്സർവേഷൻ. എന്തിലൂടെ കിട്ടുന്നുണ്ട്, ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അറിവ് കിട്ടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ആണ് മക്കളെ നോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വഴക്കങ്ങൾ അല്ലേ. അപ്പൊ അനുഭവങ്ങൾ, പൊതു നിരീക്ഷണങ്ങൾ, വഴക്കങ്ങൾ അല്ലേ, വഴക്കങ്ങൾ അല്ലെങ്കിൽ എന്താണ്, നോംസ് ഉണ്ട്. അതേപോലെ തന്നെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ശീലങ്ങൾ അല്ലേ, ചില ശീലങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അറിവുകൾ കിട്ടുന്നുണ്ട് പ്രാക്ടീസസിലൂടെ. മക്കളെ ശ്രദ്ധിക്കുക, രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നുണ്ട്, അത് നമുക്കൊരു പ്രാക്ടീസ് ആണ്, നമുക്ക് ജീവിതത്തിനകത്ത് നമ്മളുള്ളൊരു ശീലമാണ്. അപ്പോൾ ആ ശീലത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കണം അല്ലേ, അപ്പം പല്ലൊക്കെ നമ്മൾ വൃത്തിയായി ഇരിക്കണം എന്ന് പറയുന്നത് ഒരറിവാണ് നമുക്ക് അവിടെ കിട്ടുന്നത് അല്ലേ. അതേപോലെ തന്നെ മക്കളെ വിശ്വാസങ്ങളിലൂടെ, എന്തിലൂടെയാണ്, ബിലീഫ്സിലൂടെ, ഈ പറയുന്ന വിശ്വാസങ്ങളിലൂടെ, ബിലീഫ്സിലൂടെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിലേക്കാണ് പ്രധാനമായിട്ടും കോമൺ സെൻസ് നോളജ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്. എന്തിലൂടെയൊക്കെയാണ്, എക്സ്പീരിയൻസിലൂടെ, അനുഭവത്തിലൂടെ, ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണത്തിലൂടെ, നോംസ് അല്ലെങ്കിൽ വഴക്കങ്ങളിലൂടെ, പ്രാക്ടീസസ് അല്ലെങ്കിൽ ശീലങ്ങളിലൂടെ, ബിലീഫ്സ് അല്ലെങ്കിൽ വിശ്വാസങ്ങളിലൂടെ. ഇത് പഠിച്ചു വെച്ചോളാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ക്വസ്റ്റ്യനും ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പോവാം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മകളെ, ആ ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ, ഇതാ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ്? സാമാന്യ ബോധജ്ഞാനത്തിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ പരിമിതികളാണ് അല്ലേ. സാമാന്യ ബോധജ്ഞാനത്തിന്റെ പ്രധാനപ്പെട്ട പരിമിതികൾ എന്തെല്ലാം ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ് ഉറപ്പിച്ചു വെച്ചോ. ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ് എന്തായാലും എക്സാമിന് ചോദിക്കും. ഓണം എക്സാമിന് എന്തായാലും ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ് എന്തായാലും ചോദിക്കും കേട്ടോ. മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നോക്കിക്കോ, സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതികൾ എന്തെല്ലാം. മക്കളെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് തരുന്നുണ്ട് അല്ലേ, ഒരു ചാർട്ട് തരുന്നുണ്ട്. ഇത് തന്നെയാണ് കേട്ടോ, ഇത് തന്നെയാണ് പഠിച്ചു വെക്കേണ്ടത്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ശീലങ്ങളുടെയും ഊഹാപോഹങ്ങളെയും ആശ്രയിക്കുന്നത് ഈ പറഞ്ഞ ശീലങ്ങളും ഊഹാപോഹങ്ങളും അല്ലേ, ഈ പറഞ്ഞ റിലീസ് ഓൺ സ്പെക്കുലേഷൻസ് ഓർ പ്രാക്ടീസസ്. ശീലങ്ങളും ഊഹാപോഹങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ ഈ പറഞ്ഞ കോമൺ സെൻസ് നോളജിനകത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ കോമൺ സെൻസ് നോളജിൽ നോക്കി മക്കളെ, ബേസസ് ഇറ്റ് സെൽഫ് ഓൺ സ്റ്റീരിയോ ടൈപ്പ് അല്ലേ, പലപ്പോഴും വാർപ്പ് മാതൃകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പറഞ്ഞ സാമാന്യ ബോധജ്ഞാനത്തിനകത്ത് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ഇതുപോലെ തന്നെ അടങ്ങിയിട്ടുള്ളത്. അടുത്ത നോക്കണേ, ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളും പഠനങ്ങളുടെയും അടിസ്ഥാനമില്ല അല്ലേ. ശാസ്ത്രീയമായ നിരീക്ഷണവുമില്ല, പഠനവും എന്ത് ചെയ്യുന്നില്ല, നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. അവിടെ നോക്കുക, നോട്ട് ബേസ്ഡ് ഓൺ സയന്റിഫിക് ഒബ്സർവേഷൻ ആൻഡ് സ്റ്റഡീസ് അല്ലേ, അതൊന്നും അവിടെ കാണുന്നില്ല. അടുത്ത് നോക്കണേ, കോംപ്ലക്സ് സോഷ്യൽ പ്രോബ്ലംസ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ് അല്ലേ. അവിടെ പറയുന്നുണ്ട് മക്കളെ, ഇതുപോലെ തന്നെ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ ലാസ്റ്റ് വൺ, ഭാഗികമായ അറിവുകൾ അല്ലേ. അവിടെ കിട്ടുന്നത് എങ്ങനെയാണ്, പാർഷ്യൽ നോളജ് ആണ്, ഭാഗികമായ അറിവുകളാണ്. അപ്പോൾ ഇത്രയുമാണ് മക്കളെ, ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മുടെ കോമൺ സെൻസ് നോളജ് അല്ലെങ്കിൽ സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതികളായിട്ട് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പഠിച്ചു വെച്ചോണം, നിർബന്ധമായിട്ട് എക്സാമിന് ചോദിക്കട്ടോ. എക്സാമിന് എന്തായാലും ഈ രീതിയിലേക്ക് ഒരു ക്വസ്റ്റ്യനും അതിന്റെ വരാനുള്ള സാധ്യത കൂടുതലാണ്. നിർബന്ധമായി പഠിച്ചു. ഓക്കെ, റെഡി. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എനി 3 സോഷ്യൽ ഫാക്ടേഴ്സ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ 3 സോഷ്യൽ ഫാക്ടേഴ്സ്. മക്കളെ, സാമൂഹിക ഘടകങ്ങൾക്ക് ഏതെങ്കിലും ഒരു 3 ഉദാഹരണങ്ങൾ എഴുതാൻ. സാമൂഹിക ഘടകങ്ങൾ. അപ്പോൾ മക്കളെ, എന്തൊക്കെയാണ് സാമൂഹിക ഘടകങ്ങൾ അല്ലേ. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ പെരുമാറ്റം, മനോഭാവം, അതേപോലെ തന്നെ അവരുടെ അവസരങ്ങൾ, തിരഞ്ഞെടുപ്പ്, ഇതിനൊക്കെ തന്നെ പ്രധാനമായിട്ട് സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങളെയാണ് സാമൂഹിക ഘടകങ്ങൾ. അപ്പോൾ അതിലെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ടും ഫാമിലി, എഡ്യൂക്കേഷൻ, പിയർ ഗ്രൂപ്പ്, റിലീജിയൻ, കാസ്റ്റ് സിസ്റ്റം, എക്കണോമിക് സ്റ്റാറ്റസ്, എൻവയോൺമെന്റ്, കൾച്ചറൽ നോംസ്, വാല്യൂസ്, ഗവൺമെന്റ് സിസ്റ്റം, പൊളിറ്റിക്സ്, ടെക്നോളജി, മീഡിയ എക്സെട്ര. മക്കളെ ശ്രദ്ധിക്കണേ, അതായത് ഒറ്റ കാര്യം എടുത്താൽ മക്കളെ, എന്തൊക്കെയാണ് സാമൂഹിക ഘടകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറഞ്ഞ പെരുമാറ്റത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കിയാൽ നമ്മുടെ കുടുംബമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സമപ്രായക്കാരുണ്ട്, മതം, ജാതി വ്യവസ്ഥ, സാമ്പത്തിക നില, പരിസ്ഥിതി, സാംസ്കാരിക വഴക്കങ്ങൾ, മൂല്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയം, സാങ്കേതികവിദ്യ, മാധ്യമങ്ങൾ. ഇതെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ പെരുമാറ്റം, മനോഭാവം, ഇതിനൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോ. ഈ ചോദ്യം നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളേ. ഓക്കെ, സെറ്റ് അല്ലേ, സെറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് പിടിച്ചോ. അടുത്ത പ്രധാനപ്പെട്ടായിട്ട് ഇതിൽ വരാൻ സാധ്യതയുള്ള അടുത്ത ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മക്കളെ, അത് മറ്റൊന്നുമല്ല, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരും. എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും. മകളെ, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? ഞാൻ നേരത്തെ പറഞ്ഞ പിക്ചറിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കോമൺ സെൻസ് നോളജിനേക്കാൾ ഏറ്റവും ടോപ്പിലുള്ളതാണ് ഇത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അപ്പോൾ എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? നോക്ക്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഈസ് ദ സ്കിൽ ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ഹൗ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആർ റിലേറ്റഡ് ടു ബ്രോഡർ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. ശ്രദ്ധിക്കണേ, വ്യക്തിഗത
പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടെത്തി വിശകലനം ചെയ്യാനുള്ള നൈപുണ്യാണ് സമൂഹശാസ്ത്ര സങ്കല്പം. അതായത് വ്യക്തിഗതമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ഒരു ബ്രോഡർ സെൻസിലേക്ക്, അതായത് വലിയ വിശാലമായ അർത്ഥത്തിലേക്ക് അതിനെ കാണുന്നതാണ് ഇത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഇത് ആരാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൾസ് റൈറ്റ് മിൽസ് ആണ്. അദ്ദേഹത്തിന്റെ ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു ബുക്ക് 1959 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് ഇദ്ദേഹം ഈ ടേം പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു നോക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ എക്സാമിനകത്ത് സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ നിന്നും എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? മക്കളെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചോ. ഈ ഓണം എക്സാമിന് നിങ്ങൾക്ക് SSLCക്കകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ നിർബന്ധമായി പഠിച്ചു വെച്ചോ. അതെന്തായാലും വരും കേട്ടോ, ഉറപ്പിച്ചോളി. ഈ പറഞ്ഞ സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് എന്ത് ചെയ്യും ചോദിക്കും. അപ്പോൾ ഒരാൾക്ക് വേണ്ടത് എന്താണ്? ഈ സമൂഹശാസ്ത്ര സങ്കല്പം പ്രധാനമായിട്ട് എന്ത് ചെയ്യണം വേണം. അപ്പോൾ ഒന്നാമത്തെ നോക്കിക്കോളൂ, അതിന്റെ പ്രത്യേകതകൾ നോക്കണേ. ഒന്നാമത്തത് ബ്രോഡ് ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ആണ്. ബ്രോഡ് ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ഫസ്റ്റ് പോയിന്റ് ആണ് ഇത്. ബ്രോഡ് ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് മക്കളെ അവിടെ പറയുന്നുണ്ട് വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു അല്ലേ. വ്യക്തിഗത വീക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നു? വിശാലമാക്കുന്നു. അത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വ്യക്തിഗത വീക്ഷണങ്ങളെ ഉദാഹരണമാക്കുന്നു എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്ക്, ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കോമൺ സെൻസ് നോളജ് ഉള്ള ആൾക്കാർ, സാമാന്യ ബോധജ്ഞാനക്കാർ പറയുന്നതാണ് അത് അവരുടെ അശ്രദ്ധയാണ് അല്ലേ, അത് ബൈക്കുകാരന്റെ അശ്രദ്ധയാണ് ഈ അപകടത്തിന്റെ ഒക്കെ കാരണം എന്നാണ് പറയാം. ആക്ച്വലി ചിലപ്പോൾ നമുക്ക് റോഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ജനസംഖ്യ പെരുപ്പം ഉണ്ടാവാം, അതുപോലെ തന്നെ വാഹനങ്ങളുടെ പ്രയാസങ്ങൾ, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഇല്ലേ. വാഹനങ്ങളുടെ ഒക്കെ എന്താണ് പറയുക, ഇതുപോലെ തന്നെ നല്ല വാഹനങ്ങളൊക്കെ നിരത്തിൽ ഇറക്കാത്തതൊക്കെ എന്താവാം, അപകടങ്ങൾക്ക് കാരണമാവും അല്ലേ. ഇപ്പം നിങ്ങൾക്കറിയാം ചില വണ്ടികളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ആ വണ്ടിയുടെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. എല്ലാം ഓവർ സ്പീഡൊന്നും അല്ല, അല്ലെങ്കിൽ ആൾക്കാരുടെ അലസതയൊന്നും അല്ല ഈ പറഞ്ഞ അപകടത്തിന്റെ കാരണം. അപ്പോൾ കോമൺ സെൻസ് നോളജ് ഉള്ള ആളാണെങ്കിൽ അയാൾ പറയും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അത് അയാളുടെ അശ്രദ്ധയാന്ന് പറയും. പക്ഷേ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഉള്ള ആളാണെങ്കിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അയാൾ അതിൻ്റെ എല്ലാ വശങ്ങളും എന്ത് ചെയ്യും? ചർച്ച ചെയ്യും. എന്തുകൊണ്ട് അപകടം ഉണ്ടായി, അതിനെക്കുറിച്ച് ഏറ്റവും സെറ്റ് എന്ത് ചെയ്യും? അത് ചർച്ച ചെയ്യും. അപ്പോൾ അതാ പറഞ്ഞത് വ്യക്തിഗത വീക്ഷണങ്ങളെ വിശാലമാക്കുന്നു എന്ന് പറഞ്ഞത് അതാണ് കേട്ടോ. ബ്രോഡ് ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്, വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു എന്ന് പറഞ്ഞത് അതാണ്. ഓക്കെ റെഡി, പഠിച്ചു വെച്ചോളണേ. ഓക്കെ റെഡി സെറ്റ് അല്ലേ. അതേപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കിയോളൂ, അടുത്ത പോയിന്റ് നോക്കണം. അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത് അല്ലേ. സാമൂഹിക പ്രശ്നങ്ങളെ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നു. അതായത് സമൂഹത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ആഴത്തിൽ മനസ്സിലാക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിനകത്ത് കളവ് കൂടുന്നു, മോഷണം കൂടുന്നു. അപ്പം നമ്മൾ എന്താ പറയേണ്ടത്? മോഷണം കൂടുന്നുണ്ട്, കള്ളന്മാർക്കൊക്കെ നല്ല ശിക്ഷ കൊടുക്കണം, വേണം ഇതുപോലെ മോഷണം നടത്തുന്ന ആൾക്കാർക്ക് ശിക്ഷ കൊടുക്കണ്ട എന്നല്ല. ആക്ച്വലി എന്തുകൊണ്ട് മോഷണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ എന്തുകൊണ്ട് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? സ്ത്രീകൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എല്ലാ പുരുഷന്മാരും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണോ? ഒരിക്കലല്ല. സ്ത്രീകൾക്കെതിരെ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം ഒരുപാട് വിഷയങ്ങളുണ്ട് അല്ലേ. അതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആഴത്തിലേക്ക് ഇത്തരത്തിലേക്കുള്ള ചർച്ചകൾ കൊണ്ടുപോകണം. എന്തുകൊണ്ട് സമൂഹത്തിനകത്ത് മോഷണം ഉണ്ടാകുന്നു വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള അസമത്വം അല്ലെങ്കിൽ ഈ പറയുന്ന എക്കണോമിക് ഇനീക്വാലിറ്റി ഉണ്ടാകുമ്പോഴാണ് ഈ സമൂഹത്തിനകത്ത് പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്താക്കണം? ഈ പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ള ആ ഒരു ക്യാപ്പ് നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം കുറയ്ക്കണം. അപ്പോൾ ഇത്തരത്തിലേക്ക് ഓരോ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ആഴത്തിൽ പഠിക്കുന്നതാണ് ആര് ചെയ്യുന്നത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ കേട്ടോ. അതായത് കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേ കയറെടുത്ത് ഓടുകയല്ല സോഷ്യോളജിക്കൽ ഇമാജിനേഷൻകാർ ചെയ്യുന്നത്. അടുത്ത നോക്കണേ, എനാബിൾസ് സെൽഫ് റിഫ്ലക്ഷൻ അല്ലേ. സ്വയം പ്രതിഫലനം സാധ്യമാകുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം കഴിവുകളുണ്ട്, നമുക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആര്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലേ. അടുത്ത നോക്ക്, ഡെവലപ്പ് എംപതി ആൻഡ് ടോളറൻസ്, അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു. ഒരു എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ ക്ലാസ് റൂമിനകത്ത് ഒരു കുട്ടി പഠനത്തിൽ പിന്നോക്കാണ്, നിങ്ങളുടെ ഫ്രണ്ട് പഠനത്തിൽ പിന്നോക്കാണ്. അപ്പോൾ നമ്മൾ പറയരുത് അവൻ്റെ മടി കാരണമാണ് അവൻ ഇതുപോലെ തന്നെ പഠിക്കാത്തത് എന്ന് നമ്മൾ പറയരുത്. കാരണം ആ കുട്ടിക്ക് ചിലപ്പോൾ വീട്ടിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മൾ കണ്ടെത്തി അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് അവരെ കൂടി എന്ത് ചെയ്യണം? മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആലോചിക്കുക, ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളിലേക്ക് ഈ എമ്പതിയും ടോളറൻസും ഒക്കെ ഉണ്ടായിരിക്കും. അതാണ് ഈ പറയുന്നതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത നോക്കണേ, ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലേ. വിമർശനാത്മക ചിന്ത വളർത്തുന്നു. എന്തും കേട്ട് കഴിഞ്ഞാൽ അങ്ങ് വിശ്വസിക്കുകയല്ല ചെയ്യുക. നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കും, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ക്രിട്ടിസൈസ് ചെയ്യും. അങ്ങനെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സമൂഹശാസ്ത്ര സങ്കല്പം ഉണ്ടെങ്കിൽ. അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ മക്കളെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിങ് നെഗറ്റീവ് നോബ്സ് അല്ലെ. ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു. അതായത് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ നിലവിലുള്ളതിനേക്കാൾ എതിരായിട്ട് അല്ലെങ്കിൽ നമുക്കത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുള്ളിലേക്ക് ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സമൂഹശാസ്ത്ര സങ്കല്പം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ഈ പറയുന്ന നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ടെക്സ്റ്റ് ബുക്കിനകത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന്
കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. മക്കളെ പഠിച്ചു വെച്ചോ, ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഓണം എക്സാമിന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഓക്കെ, റെഡിയല്ലേ? ഇനി മക്കൾ ശ്രദ്ധിക്കണം, അടുത്തത് എക്സാമിന് വരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പയർ ദ കോമൺ സെൻസ് നോളേജ് അപ്രോച്ച് ആൻഡ് ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ച്. എക്സാമിന് ചോദിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കോമൺ സെൻസ് നോളേജ് അപ്രോച്ചും അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ചും തമ്മിലുള്ള വ്യത്യാസമാണ്, അതിൻ്റെ താരതമ്യം ചെയ്യാനാണ് ചോദിച്ചത് കേട്ടോ. സാമാന്യ ബോധജ്ഞാന സമീപനവും സമൂഹശാസ്ത്ര സങ്കല്പ സമീപനവും താരതമ്യം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതാ നിങ്ങൾ നോക്കിയോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ ഒരു സാധനമുണ്ട്. ആദ്യത്തേതാണ് കോമൺ സെൻസ് നോളേജ്, രണ്ടാമതാണ് ഇത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ച്. മക്കളെ എല്ലാവരും നോക്കിയോ, ഒന്നാമത്തത് സാമാന്യ ബോധജ്ഞാനവും സമീപനവും, രണ്ടാമത്തത് ഇതുപോലെ തന്നെ സമൂഹശാസ്ത്ര സമീപനമാണ് ഉള്ളത് അല്ലേ, സമൂഹശാസ്ത്ര സമീപനം. മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഏതാണ്? ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ് വേണ്ടത്. ഇതാണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്. നമ്മുടെ ലൈഫിന് ഇതാണ് ആവശ്യം. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സമൂഹശാസ്ത്ര സങ്കല്പ സമീപനമാണ് നമുക്ക് വേണ്ടത്. സമൂഹശാസ്ത്ര സങ്കല്പ സമീപനമാണ് നമ്മൾ വേണ്ടത് കേട്ടോ. അപ്പോൾ കോമൺ സെൻസ് നോളജ് കൊണ്ട് മാത്രമൊന്നും നമുക്ക് ജീവിതം എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് ഇതിൻ്റെയൊക്കെ ഓരോ ഫീച്ചേഴ്സ് നോക്കാം. ഒന്ന്, കോമൺ സെൻസ് നോളജ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കുക മക്കളെ, വ്യക്തിഗത വീക്ഷണങ്ങളിലും അനുഭവങ്ങളിലും പരിമിതപ്പെട്ടിരിക്കുന്നു. ഇത് വ്യക്തിഗത വീക്ഷണങ്ങളിലും അനുഭവങ്ങളിലും പരിമിതപ്പെട്ടിരിക്കുന്നു, അവിടെ മാത്രമാണ്. എന്നാലോ സമൂഹശാസ്ത്ര സമീപനം എന്താ നോക്ക്, വ്യക്തിഗത അനുഭവങ്ങളെ വലിയ സാമൂഹിക ഘടനകളുമായി ബന്ധിപ്പിക്കുന്നതിനാൽ ഇതിൻ്റെ വ്യാപ്തി വലുതാണ്. അതായത് ഇത് വ്യാപ്തി വലുതാണ്. അപ്പോൾ ഇവിടെ നോക്കട്ടെ, ലിമിറ്റഡ് ടു പേഴ്സണൽ വ്യൂസ് ആൻഡ് എക്സ്പീരിയൻസസ് അല്ലേ. ഈ പറഞ്ഞ വ്യക്തിഗത വീക്ഷണങ്ങളൊക്കെ തന്നെ എന്താണ്, വളരെ ചെറിയ രീതിയിലേക്കുള്ളതാണ്. അതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ സാധ്യത വളരെ കുറവാണ്. ഏത് ഈ പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഇത് കോമൺ സെൻസ് നോളജിൽ. പക്ഷേ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ചിൽ എന്ന് പറഞ്ഞാൽ നോക്ക് മക്കളെ, ദി സ്കോപ്പ് ഈസ് ബ്രോഡ് അല്ലേ, അവിടെ പറയുന്നുണ്ട് സ്കോപ്പ് ഈസ് ബ്രോഡ്, ഇറ്റ് ഈസ് കണക്ട് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ടു ലാർജർ സോഷ്യൽ സ്ട്രക്ചർ. അതായത് എന്തെങ്കിലും തരത്തിലേക്ക് ഒരു ഇൻഡിവിജ്വൽ അനുഭവങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു വലിയൊരു വിശാലമായിട്ടുള്ള ഒരു സാമൂഹിക ഘടനകളുമായിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ ഇത് ചർച്ച ചെയ്യും. മക്കളെ ഒന്നും ഇല്ലടാ, സ്ത്രീകൾക്കെതിരെ ഒരു അതിക്രമം നടന്നു കഴിഞ്ഞാൽ ഈ കോമൺ സെൻസ് നോളേജുകാരൻ എന്താ പറയുക അറിയോ, സ്ത്രീകൾക്കെതിരെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ പറയും പുരുഷന്മാരൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നക്കാർ, ഫുള്ള് പുരുഷന്മാരാണ് ഇതിൻ്റെ എല്ലാത്തിനെയും ആൾക്കാർ എന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ പുരുഷന്മാരും പ്രശ്നക്കാരാണോ? അല്ല. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ചുള്ള ആളാണെങ്കിൽ അയാൾ പറയാൻ എന്താണ്, എല്ലാ പുരുഷന്മാരും പ്രശ്നക്കാരല്ല, എന്നാൽ പ്രശ്നക്കാരുണ്ട്. അപ്പോൾ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അത് കൃത്യമായിട്ട് എന്താണ് കാരണം എന്നുള്ളത് ചെയ്യും, ഇതുപോലെ തന്നെ അത് കണ്ടെത്തും. അതാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കണേ കോമൺ സെൻസ് നോളജിലാണ് നോക്കണേ. ഓഫൺ പ്രൊവൈഡ്സ് ഓൺലി സൂപ്പർഫിഷ്യൽ എക്സ്പ്ലനേഷൻ ബേസ്ഡ് ഓൺ സ്റ്റീരിയോ ടൈപ്പ്. മെയിനാണ് ഇത് സ്റ്റീരിയോ ടൈപ്പ്. മക്കളെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്, പലപ്പോഴും വാർപ്പ് മാതൃകളെ അടിസ്ഥാനമാക്കി ഉപരിതല വിശദീകരണം മാത്രമേ നൽകുന്നുള്ളൂ. വാർപ്പ് മാതൃകളെ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ത്രീകളൊന്നും തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല, സ്ത്രീകളൊക്കെ തന്നെ വീട്ടിലെ ജോലി ചെയ്താൽ മതി. ഇതൊക്കെ പണ്ട് മുതലേ ഇങ്ങനെ പോരുന്ന കുറേ വാർപ്പ് മാതൃകളാണ്. ആക്ച്വലി അങ്ങനെയാണോ? അല്ല. സ്ത്രീകളൊക്കെ എന്ത് ചെയ്യണം, പഠിക്കണം. കാരണം സ്ത്രീകൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ മുന്നോട്ട് വരണം. അപ്പോൾ സൊസൈറ്റിക്കകത്ത്, സമൂഹത്തിനകത്ത് സ്ത്രീകൾ എന്തുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ ആൾക്കാരുടെ ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ്. ഈ പറയുന്ന സ്ത്രീകൾ പഠിക്കേണ്ട, പുരുഷന്മാരാണ് പുറത്തു പോയി ജോലി ചെയ്യേണ്ടത്, സ്ത്രീകളൊക്കെ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ പണ്ട് മുതലേ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ഫോളോ ചെയ്യുന്നതാണ് വാർപ്പ് മാതൃകകൾ എങ്ങനെ ഫോളോ ചെയ്യുന്നു. എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പത്തിൽ നോക്കി മക്കളെ, സാമൂഹിക ഘടനകൾ വ്യക്തികളിൽ ചെലുത്തുന്ന സ്വാധീനത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. ആഴത്തിൽ എന്ത് ചെയ്യും, അത് പഠിക്കും, ആഴത്തിൽ വിശകലനം നടത്തും കേട്ടോ. അനലൈസസ് ഡീപ്ലി ദ ഇമ്പാക്ട് ഓഫ് സോഷ്യൽ ഫാക്ടേഴ്സ് ഓൺ ഇൻഡിവിജ്വൽസ്. അതാണ് പറഞ്ഞത് കേട്ടോ, ഓർത്ത് വെച്ചോളാം. ഇനി നെക്സ്റ്റ് വൺ മക്കളെ നോക്ക്, സോഷ്യൽ റിയാലിറ്റീസ് ആൻഡ് പ്രോബ്ലംസ് ആർ നോട്ട് അപ്രോച്ച്ഡ് ത്രൂ ക്രിട്ടിക്കൽ തിങ്കിങ്. മക്കൾ ശ്രദ്ധിക്കണം, ഈ പറയുന്ന സോഷ്യൽ റിയാലിറ്റീസ് ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. ഇതിനൊക്കെ തന്നെ വിമർശനാത്മകമായിട്ടുള്ള ഒരു പഠനം ചെയ്യുന്നില്ല കണ്ടോ. സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പ്രശ്നങ്ങളെയും വിമർശനാത്മക ചിന്തയിലൂടെ സമീപിക്കുന്നില്ല ആര്, സാമാന്യ ബോധജ്ഞാനക്കാർ. എന്നാൽ ഇപ്പുറത്തോ വ്യക്തിപരമായ അനുഭവങ്ങളും സാമൂഹിക ഘടനകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. വിമർശനാത്മകമായിട്ട് എന്ത് ചെയ്യുന്നു, ചിന്തിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ കോമൺ സെൻസ് നോളേജും സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ചും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അതാ ഒന്നുകൂടി പറയാൻ നോക്ക്, ഇവിടെ ലിമിറ്റഡ് സ്കോപ്പാണ് ഇതിൻ്റെ ഈ കോമൺ സെൻസ് നോളജിനകത്ത് ലിമിറ്റഡ് സ്കോപ്പാണ്, അതിൻ്റെ സാധ്യതയൊക്കെ വളരെ കുറവുള്ളൊരിതാണ് അല്ലേ. എവിടെയാണെങ്കിലോ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ സ്കോപ്പ് എന്താണ്, വലിയ രീതിയിലാണ്, സാധ്യത വലിയ രീതിയിലേക്കുണ്ട്. അതേപോലെ നമുക്ക് കോമൺ സെൻസ് നോളജിനകത്ത് ഇവിടെ സ്റ്റീരിയോ ടൈപ്പാണ്, വാർപ്പ് മാതൃകളെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ
ഇവിടെയാണെങ്കിലോ നിങ്ങൾ നോക്കിയാൽ മതി, അത് ഡീപ്ലി ആണ് അല്ലേ, വളരെ ആഴത്തിലാണ് എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ ഒന്നും ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ കോമൺ സെൻസ് നോളജിനകത്ത് ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ല, വിമർശനാത്മക ചിന്തയില്ല. എന്നാൽ ഇവിടെയോ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്. ഇതാണ് പ്രത്യേകത. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചോളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറയുന്നു മക്കളെ, ഇത്രയും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമ്മുടെ ഏത് ചാപ്റ്ററിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം മക്കളെ, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ എക്സാം എഴുതണം. ഇനി ഒരു ലാസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. അപ്പോൾ ഇതുവരെ ഇപ്പോൾ ഓണം എക്സാമിലൊക്കെ തന്നെ നിങ്ങൾക്കറിയാലോ, പലപ്പോഴും ഇതുവരെ നടന്ന എക്സാമുകളൊക്കെ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള എക്സാമുകളാണ്. അപ്പോൾ മാർക്ക്, നിങ്ങൾ നല്ല മാർക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾ ഈ ഒരു വർഷം എഴുതാൻ പോകുന്ന ആദ്യത്തെ എക്സാമാണ് ഓണം എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല മാർക്ക് നിങ്ങൾ ഇതുപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ബെറ്റർ ഓപ്ഷനാണ് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് നിങ്ങളെ കാത്തിരിക്കുകയാണ്. സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച്. കാരണം എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ട് അയ്യോ ഞാൻ ഇനി പഠിക്കായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിനു മുമ്പ് തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ പഠനങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആണെങ്കിൽ ഇൻഡിപെൻഡൻസ് ഓഫറൊക്കെ ഉണ്ട്, ഫ്രീഡം ഓഫർ ഉണ്ട്, ഒരുപാട് നിങ്ങൾക്ക് ഇതുപോലെ റിഡക്ഷനൊക്കെ, ഫീനകത്ത് റിഡക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു അത് ബെറ്റർ ഓപ്ഷനാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു നോക്കുക, അസ്ത്രയിലൊക്കെ തന്നെയുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കുക. ഏകദേശം ഒരു 25K മുകളിലേക്ക് 25,000 കുട്ടികളുടെ മേലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യട്ടോ. അപ്പോൾ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് 9995400800 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, നമ്മുടെ അസ്ത്രയുടെ ഭാഗമായി മാറുക. സോ അപ്പോൾ എത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മക്കളെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എക്സാം എഴുതുക. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. നിങ്ങൾക്ക് എന്താണോ ഇനി ആവശ്യം എന്നുള്ളത് അത് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് മകളെ. ജെസി സാറാണ്, ജിതിൻ സാറാണ്. സോ ബൈ എവരിവൺ. ബൈ മക്കളെ, ബൈ.